നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഈ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാറുള്ളവരാണ്. നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ പോകുന്നു. നമ്മൾ വണ്ടി ഡീസലായിരിക്കും അല്ലെങ്കിൽ പെട്രോളായിരിക്കും. ഈ പെട്രോളിന് പകരം പമ്പുകാർ ഡീസൽ മാറി അടിക്കുകയാണ്, അല്ലെങ്കിൽ ഡീസലിന് പകരം പെട്രോൾ അടിക്കുകയാണ്. എന്തു ചെയ്യും? പെട്ടു. ഒരു കാരണവശാലും വണ്ടിയിൽ ഈ ഇന്ധനം മാറി അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, ഇങ്ങനത്തെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതിൽ ഉള്ള ഓപ്ഷൻ, നമ്മളിപ്പോൾ പമ്പിൽ ഇന്ധനം മാറി അടിച്ചു, പെട്രോളിന് അവർ ഡീസൽ അടിച്ചു, അവിടെ കിടന്ന് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരെ ചീത്ത വിളിച്ചിട്ട കാര്യമില്ല, എന്തായാലും പറ്റിപ്പോയി. വണ്ടി അങ്ങോട്ട് സൈഡിൽ തള്ളി ഒതുക്കി നിർത്തുക. വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇപ്പോൾ ഏത് ബ്രാൻഡിൽപ്പെട്ട കാറായാലും വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യരുത്. ഏത് ഡീലർഷിപ്പാണോ അവരെ ത്രൂ കോൺടാക്റ്റ് ചെയ്യുക, വണ്ടി ലിഫ്റ്റ് ചെയ്യുക, ഡീലർഷിപ്പിൽ കൊണ്ടുപോവുക, ഫുൾ ടാങ്ക് ഇളക്കി ക്ലീൻ ചെയ്യുക. അത് മാത്രമേ ഓപ്ഷനുള്ളൂ. ഓക്കെ, ഇനി ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കാറിൽ പമ്പിൽ കയറുന്ന സമയത്ത് ഈ ഹെഡ്സെറ്റ് വെച്ചേക്കും, ഗ്ലാസ് താക്കാൻ പോലും ഇല്ല. ചിലവർ താത്തിട്ട് പറയും, അടിക്കാൻ പറയും. അങ്ങനെ ആണ് ഈ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഒരു കാരണവശാലും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉറപ്പായിട്ട് നിങ്ങൾ പറയുക, പെട്രോളെങ്കിൽ പെട്രോൾ, ഡീസലെങ്കിൽ ഡീസൽ. പമ്പിൽ നിൽക്കുന്നിടത്ത് പറയുക. പിന്നെ പമ്പിൽ നിൽക്കുന്ന ആൾക്കാർ വെറും പാവപ്പെട്ട മനുഷ്യരാണ്. അവർ ചിലപ്പോൾ 1-2 ദിവസമോ ആയി കാണുള്ളൂ അവിടെ ജോലിക്ക് കയറിയിട്ട്. ഈ പമ്പ് ഓണർമാർ ശ്രദ്ധിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. അവരുടെ അടുത്ത്, കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക, സാറേ പെട്രോളാണോ ഡീസലാണോ? ഒരു പ്രാവശ്യമല്ല, ഒരു 3 വട്ടം ചോദിക്കാൻ പറയുക. ചിലപ്പോൾ ഈ വരുന്ന ഡ്രൈവർക്ക് പോലും അറിയില്ല പെട്രോളാണോ ഡീസലാണോന്ന്. ജസ്റ്റ് RC ബുക്ക് നോക്കി കറക്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ, അതായത് ഫുൾ ടാങ്ക് ഒക്കെ അടിക്കാൻ വരുന്ന കേസുകളുണ്ടാവും. ഓക്കെ, അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ധൃതി വെച്ചുള്ള യാത്രകളിൽ പറയാനൊന്നും സമയമില്ല. അങ്ങ് പോകുന്നു, കാർഡ് കൊടുക്കുന്നു, അടിക്കുന്നു, പോകുന്നു, അറിയുന്നില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ പമ്പിൽ ജോലിക്ക് നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തല്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബറോ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടോ ആണ്. പുള്ളിക്ക് പറ്റിയ അബദ്ധമാണ്, ഇനി ആർക്കും പറ്റല്ലേ. അതായത് ഇപ്പം നിങ്ങളിപ്പം അബദ്ധം പറ്റാം, ഒരിക്കലും അബദ്ധം മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങൾ സപ്പോസ് മാറി അടിച്ചു, ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പെട്രോളിന് വരാൻ ഡീസൽ അടിച്ചു കൊടുത്തു. പുള്ളി അന്ന് ജോയിൻ ചെയ്തിട്ട് 1-2 ആയുള്ളൂ. അങ്ങനെ ഈ കസ്റ്റമർ ഇറങ്ങി വന്നിട്ട് ഇവനെ അങ്ങ് ചീത്ത വിളിക്കുന്നു, അടിക്കാൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, സാറേ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഡീലർഷിപ്പിൽ കൊണ്ടുപോയി ശരിയാക്കി തരാം. ഓക്കെ, ആ അഗ്രിമെൻറ്റിൽ ഡീലർഷിപ്പിൽ നിന്ന്, എനിക്കറിയാവുന്ന ഡീലർഷിപ്പാണേ, ഹോണ്ട ഡീലർഷിപ്പാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് വണ്ടി ടോയ് ലിഫ്റ്റ് ചെയ്യുന്നു, ഡീലർഷിപ്പിൽ കൊണ്ടുപോകുന്നു. ഫുൾ ടാങ്ക് ക്ലീൻ ചെയ്ത് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള എമൗണ്ട് എനിക്കറിയാം. പാവപ്പെട്ട 300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കോണേ, മനസാക്ഷി എന്നൊരു സംഭവം ഇവർക്കില്ല. അവൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി ഡെയിലി 300 അല്ലെങ്കിൽ 500 രൂപ ശമ്പളത്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോഴത്തെ മനുഷ്യർക്ക് മനസാക്ഷി, അത് ഹോണ്ടയും പല 25-50 ലക്ഷം രൂപ ഉപയോഗിക്കുന്ന വണ്ടിയിലുള്ളവരാണ്. ആ ഫ്യൂൽ ടാങ്ക് ക്ലീൻ ചെയ്തത് മാത്രമല്ല, ഇവരെ സർവീസ് പെൻഡിങ് ആയിരുന്നു. പീരിയോഡിക് സർവീസും ചെയ്ത് 12,000 രൂപയുടെ ബില്ല് കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കൊടുത്തു. ആ മനുഷ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ചേട്ടാ. ഒന്ന് ഓർത്തോ, മനുഷ്യന്മാർ ചെയ്യുന്ന ക്രൂരത. ഈ ഫ്യൂൽ ടാങ്ക് ക്ലീൻ ചെയ്ത് തിരിച്ച് വയ്ക്കാനുള്ള ലേബർ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ പാവപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത വണ്ടിയുടെ എമൗണ്ട് 2,500 കൊടുത്തു. ഇവൻ ഇത് ക്ലീൻ ചെയ്ത് സർവീസ് ഉൾപ്പെടെയുള്ള എമൗണ്ടും കൊടുത്തു. 15,000 രൂപ ആയാ
ഈ പുള്ളിക്ക് എത്രയാണ് ശമ്പളം? 500 രൂപ രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കണേന്. മനസ്സിലായോ? അപ്പോൾ ഈ പമ്പിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ നിങ്ങളിങ്ങനെ ദ്രോഹിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അതായത് ദൈവം എന്നുള്ള ശക്തിയുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫീലിംഗ് ആയി. അപ്പോൾ പമ്പിൽ നിൽക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയുക, നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കുക, സാറേ പെട്രോളാണോ ഡീസലാണോ? ഈ ഓട്ടിക്കുന്നവർക്ക് സ്റ്റിയറിംഗ് പിടിക്കാൻ മാത്രമേ അറിയാത്തുള്ളൂ, അവർക്ക് ഇന്ധനം പോലും അറിയില്ല. RC ബുക്ക് എടുക്കും സാറേ, ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് അതിൽ മെൻഷൻ ചെയ്തിരിക്കും. വണ്ടി നമ്പറുകൾ നോക്കിക്കോണേ. പിന്നെ നിങ്ങൾക്കൊരു അബദ്ധം പറ്റി, ശരി, അവർ പറയും വണ്ടി ലിഫ്റ്റ് ചെയ്യണം, അതിനുള്ള പൈസ വേണം, ഡീലർഷിപ്പിൽ ആ എമൗണ്ട് പേ ചെയ്യണം. ശരി സാറേ, കുട്ടികളെ ശ്രദ്ധിക്കൂ. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും RSI ഇൻഷുറൻസ് ഉണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇൻഷുറൻസ് ഉണ്ട്. ടോൾ ഫ്രീ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഏത് സ്പോട്ടാണോ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് നിയറസ്റ്റ് ഡീലർഷിപ്പിൽ കൊണ്ടുപോകാൻ ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ അവർ സാറേ നിങ്ങൾ ടോൾ ഫ്രീ നമ്പർ വിളിക്കും, RSIക്കാർ വന്ന് വണ്ടി ലിഫ്റ്റ് ചെയ്ത് ഈ ഡീലർഷിപ്പിൽ കൊണ്ടാകും. ശരി, അവിടുത്തെ ഡീലർഷിപ്പിലെ അഡ്വൈസർ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ ഞാനാണ് ക്യാഷ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂൽ ടാങ്ക് ഇളക്കി ക്ലീൻ ചെയ്ത് ലേബർ ആൻഡ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്യുക. ക്രെയിൻ സർവീസിന് ഒരു കാരണവശാലും RSI ഉള്ള വണ്ടിക്ക് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. കൂട്ടുകാരെ, ഇപ്പം എല്ലാവർക്കും മനസാക്ഷി എന്നൊരു സംഭവം കാണില്ല. അതുകൊണ്ട് പമ്പിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരെ കുടുംബം പുലർത്താനായിരിക്കും അവർ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുന്നു. 500 രൂപ ശമ്പളം ഇരിക്കും. ഒറ്റയടിക്ക് 15,000 രൂപ ആൾ പേ ചെയ്തു. ആൾ നല്ലൊരു വ്യക്തിയായിരുന്നു. ഇപ്പം അബദ്ധം പറ്റി, മനുഷ്യനാണ്, അബദ്ധങ്ങൾ പറ്റും. നിങ്ങളിപ്പോൾ ആ വ്യക്തിയെടുത്ത് ചൂടായിട്ടോ ചീത്ത വിളിച്ചിട്ടോ ഇല്ലെങ്കിൽ പമ്പ് ഓർഡർ വന്നിട്ട് ഇവൻ അടിച്ചിട്ടോ കാര്യമില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാത്തിനും ഓപ്ഷനുണ്ട്. ഓക്കെ, സംഭവിച്ചു പോയി, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പമ്പിൽ നിൽക്കുന്ന ചേട്ടാ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഭയങ്കര വിഷമമായിപ്പോയി. നേരെ മറിച്ച് ഞാനെന്നുള്ള വ്യക്തിയാണ് ഇത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ. ഞാൻ സത്യം എവിടെ ഉണ്ടോ അവരുടെ കൂട്ടത്തിൽ, അത് എന്നെ അറിയാമെന്നുള്ള ഈ 16 വർഷമായിട്ട് ഈ ആക്സിഡൻറ്റ് മേഖലയിൽ നിൽക്കുന്നുള്ള എന്നെ പല വ്യക്തികൾക്കും എന്നെ അറിയാം. ഓക്കെ, അതുകൊണ്ട് പമ്പിൽ നിൽക്കുന്നവരോ ശ്രദ്ധിക്കുക. പെട്രോളോ ഡീസലോ 2 വട്ടം ചോദിച്ചിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ധൃതിയാണ്. പാവപ്പെട്ട പമ്പുകാർക്ക് ചീത്ത വിളി. അവരൊരു മനുഷ്യരല്ലേ, ഈ നിങ്ങൾക്ക് ധൃതി, അവർ ജോലി ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ വീഡിയോ ആണ്. കാറുപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ വീഡിയോയുടെ പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എനിക്ക് വ്യൂസോ ഇതിൽ നിന്നുള്ള ഇൻകോ കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു. താങ്ക് യു.